സ്വാമിജി, നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾ അറിഞ്ഞു വെച്ചത് നമ്മുടെ വേദമാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പം വേദം മാത്രമല്ല, തന്ത്രം കൂടി ആണ്. അല്ലാതെ വേദം ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആചാര്യത്തിൽ ഓൺലൈനിൽ പറഞ്ഞു കേട്ടു. അപ്പൊ അതെങ്ങനെ സംബന്ധിച്ചു ഇവിടെ ചോദ്യം എല്ലാവരും കേട്ടോന്നറിയില്ല. ബാക്കിലുള്ളവർ കേട്ടോ? കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആവർത്തിക്കാം. വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം. സനാതന ധർമ്മത്തിൻ്റെ മൂലം വേദമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ രീതിയിലാണ് സ്വാമിയെപ്പോലുള്ളവരൊക്കെ പറയുന്നത്. എന്നാൽ വേദം മാത്രമല്ല ഹിന്ദുവിൻ്റെ അടിസ്ഥാനം. അതോടൊപ്പം തന്ത്രത്തെ കൂടി അടിസ്ഥാനമായി മനസ്സിലാക്കണം എന്ന് ചില ഭാഷണങ്ങൾ, ചില ഉപദേശങ്ങൾ കേൾക്കാനിടയായി. ഇവ തമ്മിൽ വിരുദ്ധതയുണ്ടോ? ഒരു വിരുദ്ധതയില്ല. കാരണം വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം എന്ന് പറയുമ്പോൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് 4 പുസ്തകത്തെ അല്ല അർത്ഥമാക്കുന്നത്. അങ്ങനെ 4 പുസ്തകങ്ങളിൽ അടങ്ങിയ ഗ്രന്ഥരാശിയോ ജ്ഞാന സഞ്ചയമോ മാത്രമാണ് ധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. മറിച്ച് വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം എന്ന് പറയുമ്പോൾ വേദം അവിടെ അറിവാണ്. വേദം അറിവാണ്, ജ്ഞാനം. ആ ജ്ഞാനത്തെ നമുക്ക് ഋഷിമാർ ഉപദേശിച്ചത് ഋഗ്, യജുസ്, സാമം, അഥർവം എന്ന 4 വിഭാഗത്തിൽപ്പെട്ട അടിസ്ഥാന ഗ്രന്ഥരാശിയും അവയുടെ അംഗങ്ങളായി ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിവയും അവയുടെ അംഗങ്ങളായി അല്ലെങ്കിൽ ഉപഭാഗങ്ങളായി ആയുർവേദവും, ധനുർവേദവും, സ്ഥപത്യവേദവും, ഗാന്ധർവവേദവും, അർത്ഥവേദവും, ഇതിൻ്റെ വിശദീകരണമായി ഇതിഹാസങ്ങളും പുരാണങ്ങളും, അവയിൽ പറഞ്ഞ ആശയങ്ങളുടെ ക്രോഡീകരണമായി സ്മൃതി ഗ്രന്ഥങ്ങളും പോരാ. ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് ഉപദേശ പരമ്പരയിൽ, ഗുരു ശിഷ്യ പ്രശിഷ്യ തച്ചിഷ്യ പരമ്പരയിൽ അനേക ഗുപ്ത വിഷയങ്ങൾ കൈമാറി വന്നതും എല്ലാം ചേർന്നതാണ് അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ആഗമമെന്നും നിഗമമെന്നും 2 വിഭാഗത്തിൽ പിരിച്ച് പറയാവുന്ന വിഭാഗങ്ങളെല്ലാം വരും. അവിടെ തന്ത്രത്തെ ഒഴിവാക്കുന്നില്ല. ഇനി തന്ത്രത്തിൽ തന്നെ ശൈവം, വൈഷ്ണവം, ശാക്തേയം എന്ന് തരംതിരിക്കാവുന്ന 3 ഉള്ളൂ എന്നാരും പറയരുത്. അത്തരം ഗ്രന്ഥരാശിയിൽ പെടാത്ത ഗുരുപദിഷ്ടങ്ങളായ അറിവുകളുണ്ട്. വന്യമായതുണ്ട്, ഗ്രാമ്യമായതുണ്ട്. അതെല്ലാം ചേർന്നതാണ് സനാതനധർമ്മം. അതുകൊണ്ട് വൈദികങ്ങളായ യാഗവിശേഷങ്ങളോ അഗ്നിഹോത്രാദി കർമ്മങ്ങളോ അടങ്ങുന്നതല്ല. അത് വൈഷ്ണവുണ്ട്, ശൈവമുണ്ട്, ശാക്തേയുണ്ട്. ഇതൊന്നും അല്ലാത്ത ഈ പിരിവുകളിൽ പെടുത്താൻ കഴിയാത്ത ഉപദേശക്രമങ്ങളുണ്ട്. എല്ലാത്തിനെയും ആദരിക്കണം. അതുകൊണ്ട് വേദോഖിലോ ധർമ്മമൂലം എന്ന് പറഞ്ഞത് മാറ്റി പറയാൻ തയ്യാറല്ല. പക്ഷെ ആ വേദം എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് ഇപ്രകാരമെല്ലാം തലമുറകളിലേക്ക് കൈമാറിയ അറിവിനെ മുഴുവൻ നമ്മൾ ഉൾക്കൊള്ളിക്കണം. ഇതല്ലാതെ വരുമ്പോൾ ഇന്ന് വലിയ ഈ ഷണ്ഠ ഉണ്ടാവുന്നുണ്ട്. അത് ഒരാനയിൽ അന്ധരെന്ന പോലെ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലത്തെ വിഷയമാണ്. ഒരാനയിൽ അന്ധരെന്ന പോലെ. എങ്ങനെയാണ്? ആന ചൂല് പോലിരിക്കും, ആന മുറം പോലിരിക്കും, ആന പന പോലിരിക്കും. ഒക്കെ ശരിയല്ലേ? കാല് പിടിച്ചവനാ ഒന്ന് പറഞ്ഞ്, വാല് പിടിച്ചവനാ ഒന്ന് പറഞ്ഞ്, ചെവി പിടിച്ചവനാ ഒന്ന് പറഞ്ഞ്. ഇവരാരും ആനയെ സാകല്യേന കണ്ടിട്ടില്ല. അവിടെയാണ് ഈ അടി വരുന്നത്. നമുക്ക് എല്ലാത്തിനെയും അംഗീകരിക്കാം. ഒരാൾ പായസം നേദിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം, ഒരാൾ മാംസം നേദിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം, വേറൊരാൾ 2 നേദിക്കുന്നില്ലെങ്കിൽ സന്തോഷം, മൂന്നാമതൊരാൾ ഈശ്വരനെ ഇല്ല എന്ന് പറഞ്ഞാലും സന്തോഷം. എല്ലാവർക്കും ഉള്ള വിചാര സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്.
ഒരു ബന്ധാവ് മാത്രമല്ല സനാതനം, അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇടുങ്ങിപ്പോവും. ഏതൊരു സന്ദർഭത്തിൽ ഒരു സദസ്സിൽ വെച്ച് മാംസഭക്ഷണത്തെക്കുറിച്ച് ചോദ്യം വന്നു. നമ്മൾ മറുപടി പറഞ്ഞു, മാംസം ഇഷ്ടമുള്ളവർ കഴിച്ചോളൂ, ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട. ഞാനെന്തായാലും കഴിക്കാൻ പോകുന്നില്ല. പക്ഷെ അതുകൊണ്ട് കഴിക്കുന്നവർ ഹിന്ദുക്കളല്ല എന്ന് ഞാൻ പറയില്ല. അതൊക്കെ ചേർന്നതാണ് ഹിന്ദുധർമ്മം. ഇത് കേട്ട് കുറേ പേർക്ക് വലിയ സന്തോഷമായി. ഒരാൾ പറഞ്ഞു, സ്വാമീൻ്റെ വായിന്ന് ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ജന്തുക്കളെ കൊല്ലണേനെ സ്വാമി അംഗീകരിച്ചില്ലേ. ഞാനിപ്പോൾ എന്താ പറയേണ്ടത്? അത് പറഞ്ഞാൽ അവന് പിടിക്കില്ല, ഇത് പറഞ്ഞാൽ എവന് പിടിക്കില്ല. എന്ത് ചെയ്യും? അവനൊക്കെ പിടിക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? കാരണം ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ചിന്തിക്കുന്ന വിചാര പദ്ധതി മാത്രമാണ് ഹിന്ദുധർമ്മം എന്ന് വിചാരിക്കുകയാണ്. അവിടെയാണ് തെറ്റ്. എൻ്റെ സാധനാക്രമവും ഞാൻ വിശ്വസിക്കുന്നതും മാത്രമാണ് ശരിയെന്ന് പറയരുത്. ഇതെല്ലാം ചേർന്ന സകല ഭാവമാണ് സനാതനധർമ്മം എന്ന് മനസ്സിലാക്കണം. മറ്റത് മതങ്ങളാണ്. അപ്പം മതസദസ്സിൽ നമുക്ക് പോയിട്ട് അങ്ങനെ പറയാം, അതിന് വിരോധമില്ല. അപ്പോൾ വൈഷ്ണവന്മാർ മാത്രം ഒത്തുകൂടിയ സദസ്സിൽ ഒരു വൈഷ്ണവൻ പറയുകയാണ്, ഒരു കാരണവശാലും അത് പാടില്ല, ഇത് പാടില്ല, ശരിയാണ്, ആയിക്കോട്ടെ, അതിന് വിരോധമില്ല. പക്ഷെ അവൻ വന്ന് പുറത്ത് പറഞ്ഞാൽ പ്രശ്നമാണത്. പുറത്തെല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോരോ ചിന്തകളും വാക്കുകളും. കാരണം നീ വൈദികമായ യാഗവിശേഷങ്ങളും അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങളും മാത്രമാണ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മൃഗബലി തുടങ്ങിയവയെ നീ നിഷേധിക്കും. അവ ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. ചിന്തിക്കുക. സമ്പ്രദായങ്ങളുടെ ശുദ്ധി പാലിക്കണം. ഇവിടെ നമുക്ക് സാത്വികമായ വിധാനത്തിൽ പൂജാതി കർമ്മങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണിത്. ഇവിടെ സാത്വിക വിധാനത്തിൽ നടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെ ഇത് അയ്യപ്പനാണ്. അയ്യപ്പൻ ശാസ്താവിൻ്റെ ഒരു അവതാര ഭാവമാണ്. ശരി, ഇത്രയും പ്രശ്നമില്ലാണ്. അടുത്ത ഘട്ടത്തിൽ പറഞ്ഞു ശാസ്താവ് വന്യമായ ദേവതാവിശേഷമാണ്. അതുകൊണ്ട് വന്യമായ ദേവതാവിശേഷമായ ശാസ്താവിന് നിശ്ചയമായും മൃഗങ്ങളെ ബലി കൊടുക്കണം, ഇവിടെ മാംസം നേദിക്കണം, മൃഗങ്ങളെ കൊണ്ടുവന്ന് മുറിക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇവിടെ പുലർത്തിപ്പോരുന്നൊരു സമ്പ്രദായമുണ്ട്, ആ സമ്പ്രദായത്തെ നമ്മൾ മാനിക്കണം. എന്നാൽ അതുപോലെ വന്യമായ രീതിയിൽ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ പാടില്ല, പായസേ പാടുള്ളൂ എന്ന് പറഞ്ഞേക്കരുത്. ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള മനോഭാവം, അതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയണം, ഓരോ സമ്പ്രദായത്തിനും ഗുരുപദേശം എന്നുള്ളത് മുഖ്യമാണ്. എല്ലാത്തിലും ഗുരുവും ഉപദേശ സമ്പ്രദായവും. അത് തള്ളിക്കഴിഞ്ഞാൽ എല്ലാം അനർത്ഥങ്ങളായി മാറും. ഇത് പറയാൻ കാരണം, മദ്യം വെച്ച് നീ പൂജിക്കുന്നുവെങ്കിൽ ആ ഗുരുപദേശക്രമത്തിൽ എത്ര മാത്രയാണ് മദ്യം വിധിച്ചത്? ചോദ്യം 1. 2, ഏത് മദ്യമാണ് വിധിച്ചത്? കേസ് കണക്കിന് റമ്മും ബ്രാൻഡിയും വിസ്കിയും വാങ്ങിക്കൊണ്ടുവന്ന് ചെറുപ്പക്കാരെ കുടിപ്പിച്ചിട്ട് അതിൻ്റെ പേര് ശാക്തേയ പൂജ എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ചെറുപ്പക്കാരെ കുടിയന്മാരാക്കുക. എന്തിൻ്റെ പേരിൽ? ശാക്തേയത്തിൻ്റെ പേരിൽ. അവിടെ ശാക്തേയത്തിൻ്റെ ശാസ്ത്രത്തിൽ മദ്യം എങ്ങനെ ഉണ്ടാക്കണം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. വിസ്കിയോ റമ്മോ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. അവിടെ ഔഷധങ്ങൾ ചേർത്ത് ആ ചേരുവയിൽ നിന്ന് ഉണ്ടാക്കുന്ന മദ്യമാണ്, വാറ്റിയെടുക്കുന്നതാണ്. അത് മന്ത്രപൂർവമായി വ്രതശുദ്ധിയോടുകൂടി ഉണ്ടാക്കണം. ഇന്ന് ശാക്തേയം എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യണത്? നേരെ സിവിൽ സപ്ലൈസിൻ്റെ ഷോപ്പിൽ പോവും, കുപ്പി വാങ്ങിക്കൊണ്ടിരും. പറയുന്ന എല്ലാവർക്കും വിരോധം തോന്നരുത്. അതിന് കേസ് കണക്കിന് പ്രസാദാന്നും പറഞ്ഞ് കൊടുക്കുക കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്. ഇതിന് മാത്രയുണ്ട്.
അത് ഗുരുപദേശ ക്രമത്തിലായാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ തന്നെ ജന്തുക്കളെ കൊല്ലുന്നത്, കണ്ട ജന്തുക്കളെ മുഴുവൻ കൊന്നിട്ട് ദേവീൻ്റെ പേരിൽ നേദിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. അതിന് മാത്രമുണ്ട്. ഇതിപ്പോൾ കാലം പോയി നോക്കൂ. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഒരു ഉത്സവകാലം കഴിയുമ്പോഴത്തേക്ക് പാവം പിടിച്ച അണ്ണാറക്കണ്ണന്മാർ തന്നെ മുഴുവൻ ചത്തടങ്ങുകയാണ്. ഈ ഒരാൾക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത അണ്ണാറക്കണ്ണന്മാരെ വരെ കൊല്ലുകയാണ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട്. നമുക്ക് അനുകൂലിക്കാൻ പറ്റുമോ? കൃഷിക്കാർക്ക് ഉപദ്രവം ചെയ്യുന്ന കാട്ടുപന്നി തുടങ്ങിയവയെ ഞാൻ കൊന്ന് നിങ്ങളുടെ കൃഷിയെയും ഗ്രാമത്തെയും രക്ഷിച്ചു കൊള്ളുമെന്നുള്ള ഗ്രാമദേവതയാണ്. ആ സങ്കല്പത്തിലാണ് വേട്ടയാടുന്നത്. ആ വേട്ടയാടി കൃഷിയെ നശിപ്പിക്കുന്ന മൃഗങ്ങളെയാണ് ദൈവം കൊല്ലുന്നത്. അത് പോയി ഈ പാവ അണ്ണാറക്കണ്ണന്മാരെ വരെ കൊന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ഇത് നമുക്ക് അനുമോദിക്കാൻ പറ്റുമോ? അപ്പം അതിനെ എതിർക്കുമ്പോൾ സ്വാമി ശാക്തേയ പൂജയ്ക്ക് എതിര് പറയുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? എവിടെയാണ് ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നത്? എവിടെയാണ് ഗുരുപദേശത്തിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് സ്വയം വിലയിരുത്തണ്ടേ? അപ്പം 10 പേര് ഒറ്റ വെച്ചങ്ങ് പറയും സ്വാമി ഇതിനെ എതിർക്കുന്നു. അവിടെയാണ് കുഴപ്പം. ഒരാശയം വ്യക്തമാണല്ലോ. അതുകൊണ്ട് ഈ ഒരു സമന്വയ ദൃഷ്ടി നമ്മൾ നേടിയെടുക്കുക എന്ന് മാത്രം പറയുക.